Welcome, dear learners, to Niels Academy Scientific Officer Biology. Today we are going to deal with mycology. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫൈക്കോളജിയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഫൈക്കോളജി എല്ലാവരും ക്ലാസ് കേട്ട് കാണും. അതിന് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഈ മോഡ്യൂളിൽ തന്നെ നെക്സ്റ്റ് ടോപ്പിക്കായ മൈക്കോളജി എന്തൊക്കെയാന്ന് നോക്കാം. മൈക്കോളജി എന്ന് പറഞ്ഞാല് അറിയാം എല്ലാവർക്കും, ഇറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ഫംഗൈ. അപ്പൊ ഫംഗൈ കിങ്ഡം, ഫംഗൈ പഠിച്ചിട്ടുണ്ടാവും. അതിലെ മെമ്പേഴ്സിനെയൊക്കെ എല്ലാവർക്കും അറിയുമായിരിക്കും. മെയിൻലി മഷ്റൂം അല്ലേ? മഷ്റൂം. ഈ മൈക്കോളജി എന്ന് പറഞ്ഞ ടേം derived from the word Greek word spongos, means sponge, and Latin word fungus. ഫംഗസിന്റെ പേര് മഷ്റൂം എന്ന് പറയുന്ന ഫംഗസ് എന്ന ടേം എന്നാണ് ഈ മൈക്കോളജി ഡെറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മൈക്കോളജി, അപ്പൊ ഈ ദാറ്റ് ഈസ് ഈ മഷ്റൂം അല്ലെങ്കിൽ ഈ ഫംഗസ് ക്യാരക്ടേഴ്സ് എങ്ങനെയാന്ന് വെച്ചാൽ, കണ്ടെയ്ൻസ് എ ഗ്രൂപ്പ് ഓഫ് മൈക്രോസ്കോപ്പിക് ആസ് വെൽ ആസ് മാക്രോസ്കോപ്പിക്, അതായത് യൂണിസെല്ലുലാർ ഫോംസ് ഉണ്ട്, വലിയ വലിയ ജെയിന്റ് ഫോംസ് ഓഫ് ഫംഗസ് ഒക്കെ ഉണ്ട്, മാക്രോസ്കോപ്പിക്. ആൻഡ് ഇതിന്റെ ക്യാരക്ടേഴ്സ് എന്തെന്ന് വെച്ചാൽ ദേ ആർ സ്പോർ ബിയറിംഗ്. പിന്നെ ആൽഗയിലെ പോലെ ഇവിടെ ക്ലോറോഫിൽ ഒന്നും ഇല്ല, ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. ആൻഡ് ദ ബോഡി എന്ന് പറയുന്നത് ഫിലമെന്റസ് ആണ്. ആൻഡ് ഫിലമെന്റസ് ആണ്. heterotrophic thallophytes. Okay, they are heterotrophic thallophytes. Thallophytes ആണ് എന്ന് വെച്ചാൽ the body is not differentiated into root, stem and leaf like structures. Okay, അപ്പം here reproduction എങ്ങനെയാണ് നടക്കുന്നത്? asexual reproduction നടക്കുന്നുണ്ട്, sexual reproduction നടക്കുന്നുണ്ട്. അപ്പൊ അതാണ് ജനറലി ഫംഗൈനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, they are microscopic ആണ്, മാക്രോസ്കോപ്പിക്കും ആണ്, സ്പോർ ബിയറിംഗ് സ്ട്രക്ചേഴ്സ് ആണ്, ക്ലോറോഫിൽ പ്രസന്റ് അല്ല, filamentous ആണ്, heterotrophic thallophytes ആണ്, and they reproduce by asexual and sexual methods. Okay, clear ആയില്ലേ? അപ്പം and fungus, അതായത് they play a significant role in the decomposition. അപ്പം ഈ അഴുകി ചീഞ്ഞു പോകുന്ന വസ്തുക്കളിലെല്ലാം ഫംഗസ് ഗ്രോ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? അപ്പം അവരുടെ റോൾ എന്താണ്? അതിനെല്ലാം ഡീകമ്പോസ് ചെയ്യുന്നു, റീസൈക്ലിംഗ് ഓഫ് മിനറൽ ന്യൂട്രിയൻസ് അങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ക്യാരക്ടേഴ്സ് അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞതാണ്. ഇതിന്റെ വെജിറ്റേറ്റീവ്, അതായത് ബോഡി എന്ന് പറയുന്നത് ഫിലമെന്റസ് ആണ്, ഹെറ്ററോട്രോഫിക് താലോഫൈറ്റ്സ് ആണ്. അപ്പം ഇതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, വെജിറ്റേറ്റീവ് ഫംഗൽ ബോഡി സിമ്പിൾ താലസ് ആണ്. സിമ്പിൾ താലസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് ഇസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ്, ഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ബോഡി അല്ല ഈ ഇതില് ഫംഗസിൽ കാണുന്നത്, താലോഫൈറ്റ്സിലാണ് പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മൈസീലിയ എന്ന് പറയുന്ന ഫംഗൽ മൈസീലിയം ദേ ആർ ഹോളോകാർപ്പിക് ഓർ യൂകാർപ്പിക്. മൈസീലിയം എങ്ങനെയാണ്? ഹോളോകാർപ്പിക് ആണ്, യൂകാർപ്പിക് ആണ്. എന്ന് വെച്ചാല് ഈ ഫംഗൽ മൈസീലിയ നിന്ന് ഹോളോകാർപ്പിക് എന്ന് പറഞ്ഞാല് ഈ ഇഫ് ദാറ്റ് ഈസ് ദ ഹോൾ മൈസീലിയ ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. മൊത്തത്തില് ഈ മൈസീലിയക്ക് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ട് മാറാനുള്ള കഴിവുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ ഈ മൈസീലിയക്ക് മുഴുവനായിട്ടും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ട് മാറാനുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങനെയുള്ള മൈസീലിയത്തിനെയാണ് ഹോളോകാർപ്പിക് എന്ന് പറയുന്നത്. ഓർ യൂകാർപ്പിക് എന്ന് വെച്ചാല് ആ മൈസീലിയത്തിലെ ഒരു ചെറിയൊരു ഭാഗം മാത്രം, ഓൺലി ഒരു എവിടെയെങ്കിലും ഓരോരോ പർട്ടിക്കുലർ ഡിവിഷൻ അനുസരിച്ചിട്ട് ഓരോ ക്യാരക്ടേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പം ആ സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ പോർഷനിൽ മാത്രം, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത് അവിടെ മാത്രം റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നു, ട്രാൻസ്ഫോം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇനിയാണ് യൂകാർപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ഹോളോകാർപ്പിക് ആൻഡ് യൂകാർപ്പിക് ക്ലിയർ ആയി കാണില്ലേ? ദെൻ മൈസീലിയൽ താലസ്. അപ്പൊ ഇത് എങ്ങനെയാ ഈ മൈസീലിയൽ താലസ് എങ്ങനെയാണ് കാണുന്നത്? ഇറ്റ് ഈസ് എന്താ ഫിലമെന്റസ് ആണ്, ട്യൂബുലർ ആണ്, പിന്നെ അതുപോലെ സെപ്റ്റേറ്റ് ആണ്, അസെപ്റ്റേറ്റ് ആണ്. എന്ന് വെച്ചാൽ സെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് ക്രോസ് വാൾ ഫോം ചെയ്തിട്ടുണ്ട്. അസെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ദാറ്റ് ഈസ് സെല്ലില് ബിറ്റ്വീൻ ടു സെൽ അല്ലെങ്കിൽ ഒരു രണ്ട് സെല്ലിന്റെ ഇടയ്ക്ക് ഒരു വാൾ ഇല്ല. അസെപ്റ്റേറ്റ് സെപ്റ്റേറ്റ് ഉണ്ട്, അസെപ്റ്റേറ്റ് ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ മൈസീലിയ എല്ലാം കൂടെ ഇങ്ങനെ ഈ ഫിലമെന്റ്സ്, മൈസീലിയൽ താലസ് അല്ലെ ഫിലമെന്റ്സ് എല്ലാം ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് കാണുന്നത്, അതിനെയാണ് ഹൈഫ എന്ന് പറയുന്നത്.
ഓക്കെ, മൈസീലിയൽ ഹൈഫേ. അപ്പൊ ഈ ഹൈഫേ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വെജിറ്റേറ്റീവ് ആൻഡ് അതർ വൺ ഇസ് റീപ്രൊഡക്റ്റീവ്. വെജിറ്റേറ്റീവ് ഹൈഫേ ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഹൈഫേ ഉണ്ട്. വെജിറ്റേറ്റീവ് ഹൈഫേ എന്ന് പറയുന്ന അതില് എന്തെന്നാ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒന്നും ഫോം ചെയ്യില്ല. നോർമലി റീപ്രൊഡക്റ്റീവ് ഹൈഫേ എന്ന് പറയുന്നതിൽ എന്താണ്, അതിലാണ് ഈ ഫ്രൂട്ടിംഗ് ബോഡി എല്ലാം ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ദെൻ ഇതിന്റെ സെൽസ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫംഗൽ സെല്ല് ഓൾവേസ് അല്ലെങ്കിൽ വിൽ ബി ഓൾവേസ് എൻക്ലോസ്ഡ് ബൈ എ സെൽ വാൾ. സെൽ വാള്, അപ്പൊ ഈ സെൽ വാൾ വെച്ചിട്ട് കവേർഡ് ആയിരിക്കും ഈ ഫംഗൽ സെൽസ്. ആ സെൽ വാള് തന്നെ എന്താണ്, ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഫംഗൽ സെല്ലുലോസ് ആണ്. ചുമ്മാ സെല്ലുലോസ് അല്ല, ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഫംഗൽ സെല്ലുലോസ്, കൈറ്റിൻ. ഇമ്പോർട്ടന്റ് ആണ്. ഫംഗൽ സെൽ വാൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഫംഗൽ സെല്ലുലോസ് അല്ലെങ്കിൽ കൈറ്റിൻ. ഓക്കെ, കൈറ്റിനും ഫംഗൽ സെല്ലുലോസും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ വേറെ ചെറിയ ഓർഗാനിക് സബ്സ്റ്റൻസസ് ഒക്കെ ഇതിൽ കാണാം. മെയിൻലി ഫംഗൽ സെല്ലുലോസും കൈറ്റിനുമാണ് ഫംഗസിൽ കാണുന്നത്, ഫംഗൽ സെൽ വാളില്. ഓക്കെ, ഇനി ഫംഗൽ സെല്ലില് ഇതിന്റെ സോറി പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിന് വേരിയസ് ഇൻഫോൾഡിങ്സ്, അതായത് ഇതിന്റെ പ്ലാസ്മ മെംബ്രെയിന് അകത്തേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഫോൾഡിങ്സ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഇൻഫോൾഡിങ്സിനെയാണ് പറയുന്നത് ലോമിസോംസ് ഓർ പ്ലാസ്മ ലെമ്മസോംസ്. ഓക്കെ, എന്താണ് പറയുന്നത്, എവിടെയാണ് ഇത് കാണുന്നത്? പ്ലാസ്മ മെംബ്രെയിനിൽ വേരിയസ് ഇൻഫോൾഡിങ്സ് കാണാൻ പറ്റും. ഫംഗൽ സെല്ലിന്റെ ഫംഗസിൽ യു ക്യാൻ സി വേരിയസ് ഇൻഫോൾഡിങ്സ് ഇൻ ദി പ്ലാസ്മ മെംബ്രെയിൻ. ദേ ആർ നോൺ ആസ് ലോമിസോംസ് ഓർ പ്ലാസ്മ ലെമ്മസോംസ്. ക്ലിയർ ആയില്ലേ? ആൻഡ് ദീസ് ലോമിസോംസ് ആർ സിമിലർ ടു മീസോസോംസ് ഇൻ ബാക്ടീരിയ. മീസോസോംസ്, ബാക്ടീരിയയിലെ മീസോസോംസ് അവിടെ ദാറ്റ് ഇസ് ഇൻഫോൾഡിങ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലത്തെ മീസോസോംസിന് സിമിലർ ആണ് ദിസ് ലോമിസോംസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അനദർ ക്യാരക്ടർ ഫംഗൈ എന്ന് പറയുന്നത്, ദേ ആർ നോട്ട് ഫോട്ടോട്രോപ്സ് അല്ലേ? ഫോട്ടോട്രോപ്സ് ആണോ? അല്ല. They are not doing photosynthesis because no such photosynthetic pigments are present in the fungus. അപ്പൊ ക്ലോറോഫിലോ പ്ലാസ്റ്റിഡ്സോ അങ്ങനെയുള്ള പിഗ്മെന്റ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് they are not phototrophs. പിന്നെ ഇതിന്റെ ന്യൂട്രീഷൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? they are heterotrophic and absorptive nutrition. മെജോറിറ്റി ഓഫ് ഫംഗൈ എന്ന് പറയുന്നത് they are സാപ്രോട്രോപ്സ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. ചിലത് പാരസൈറ്റ്സ് ആയിട്ട് ജീവിക്കുന്നുണ്ട്, ചിലത് സിംബയോൺസ് ആയിട്ട് ജീവിക്കുന്നുണ്ട്, ആൻഡ് ചിലതൊക്കെ പ്രെഡേറ്റേഴ്സ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. അത് നമുക്ക് വീണ്ടും നോക്കാം, അപ്പൊ പറയാം ഡീറ്റെയിൽഡ് ആയിട്ട്. ദെൻ റീപ്രൊഡക്ഷൻ, ഹൗ ദ റീപ്രൊഡക്ഷൻ ഇൻ ഫംഗൈ ടേക്സ് പ്ലേസ്. അപ്പൊ അത് ഓരോരോ ഡിവിഷനിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അപ്പൊ റീപ്രൊഡക്ഷൻ നമുക്ക് ബാക്കി എല്ലാവരുടെയും പഠിച്ച പോലെ തന്നെ here also reproduction takes place in the vegetative reproduction നടക്കുന്നുണ്ട്, asexual reproduction നടക്കുന്നുണ്ട്, ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? 3 തരത്തിലുള്ള റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ടേക്ക് പ്ലേസ് ബൈ ഫ്രാഗ്മെന്റേഷൻ. ഇൻ മൈസീലിയ ഫ്രാഗ്മെന്റ് ചെയ്തിട്ട് പുതിയ ബോഡി അതൊന്ന് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ദെൻ ഫിഷൻ നടക്കുന്നുണ്ട്. ഫിഷൻ ദാറ്റ് ഈസ് നമ്മളെ യൂണിസെല്ലുലാർ ഫോംസ്, ഈസ്റ്റിലൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടാവും. അവിടെ ഫിഷൻ നടക്കുന്നുണ്ട്. പിന്നെ ബഡിങ് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ബഡിങ്. അതുപോലെ ബഡിങ് കാണുന്നതും ഈസ്റ്റിൽ തന്നെ. അതായത് ഈ വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്ന് ഒരു ചെറിയൊരു ഔട്ട് ഗ്രോത്ത് ഉണ്ടായിട്ട് അവിടെ അങ്ങനെ ഒരു ബഡ് ഫോം ചെയ്യുന്നു. ആ ബഡ് അതിന്ന് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് ദാറ്റ് ക്യാൻ ഡെവലപ്പ് ഇൻ ടു എ ന്യൂ മൈസീലിയമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്, കഴിവുണ്ട് ഈ ബഡിന്. ഓക്കെ, ഈ പാരന്റ് സെല്ലിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തുണ്ടാവുന്ന ആ ബഡിന്. അപ്പൊ ആ ബഡിങ് നടക്കുന്നത് ഈസ്റ്റില്, ഫിഷൻ അതും നടക്കുന്നത് ഈസ്റ്റിലാണ്. ദെൻ അതുപോലെ തന്നെ അടുത്ത ബഡിങ് നടക്കുന്നുണ്ട്. പിന്നെ സ്ക്ലീറോഷ്യ ഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം, സ്ക്ലീറോഷ്യ ഒക്കെ ചില ക്യാരക്ടേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് by the formation of various spores.
അതായത് സ്പൊറാൻജിയോസ്പോസ്, ക്ലമൈഡോസ്പോസ്, കൊണീഡിയോസ്പോസ്, കൊണീഡിയ, ഒയിഡിയ അങ്ങനെയുള്ള ഫേവറബിൾ കണ്ടീഷനിൽ ഈ സ്പോസ് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ മൈസീലിയ ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഈ സ്പൊറാൻജിയോസ്പോസ് ഉണ്ട്, കൊണീഡിയ ഉണ്ടാവുന്നുണ്ട്, കൊണീഡിയ, പിന്നെ അതുപോലെ ക്ലമൈഡോസ്പോസ് ഉണ്ട്, ഒയിഡിയ, ദെൻ ഒയിഡിയ ഉണ്ട്, സെക്ഷൽ, പിന്നെ അടുത്തത് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതെല്ലാ ഗ്രൂപ്പിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നുണ്ട്. എക്സെപ്റ്റ് ഡ്യൂട്ടിറോമൈസെറ്റസ് ഫംഗൈ ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നതിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ സെക്ഷൽ സ്പോസ് ഫോം ചെയ്യുന്നുണ്ട്, അതിന്റെ ഫ്യൂഷൻ നടക്കുന്നുണ്ട്, ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഫ്യൂഷൻ ഓഫ് സ്പോസ് ഫോം ചെയ്യുന്നു, അപ്പൊ ഇതിന്റെ ഫ്യൂഷൻ പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ് ഒക്കെ നടന്ന് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഫംഗൽ സ്പോസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഓരോരോ ഗ്രൂപ്പ് പഠിക്കുമ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ക്ലിയർ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫംഗൈ, ജനറൽ ക്യാരക്ടേഴ്സ്. And next we can see about the abundance and distribution of fungi. Fungi ഇങ്ങനെ എല്ലായിടത്തും പ്രസന്റ് ആണ് അല്ലെ, അബണ്ടന്റ് ആണ്. എന്ന് വെച്ചാല് മോസ്റ്റ്ലി ഇപ്പം നമ്മൾ ഇരിക്കുന്നതിന്റെ ഒരു ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ തന്നെ, അതായത് പുറത്ത്, പിന്നെ അതുപോലെ വീട്ടിനകത്തും ഒക്കെ കാണാൻ പറ്റും. ഇപ്പൊ ഏതെങ്കിലും പിക്കളോ കിച്ചണില് വെജിറ്റബിൾസ്, പിന്നെ അതിലെല്ലാം ഫംഗസ് പ്രസന്റ് അല്ലേ. കുറച്ച് നാൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പൂത്തു പോകൂല്ലേ എല്ലാം. ദാറ്റ് ഈസ് നമ്മൾ എഡിബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ. അതുപോലെ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലുള്ള സ്ഥലത്തെല്ലാം ഈ ഫംഗസിന്റെ ഗ്രോത്തിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ കിങ്ഡം ഫംഗൈ is distributed, abundantly distributed ആണ്. അപ്പം ഡൈവേഴ്സ് കണ്ടീഷൻസിൽ വളരുന്നതാണ്, ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പൊ ഇത് ഇങ്ങനെ പല രൂപത്തിൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ മൗൾസ്, മോറൽസ്, മൈൽഡ്യൂസ്, ഫംഗസ്, പഫ് ബോൾസ്, റസ്റ്റസ്, മട്ട്, പിന്നെ അങ്ങനെയുള്ള പല ടൈപ്സ് ഓഫ് ഫംഗസ് പല ദാറ്റ് ഈസ് ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? പിന്നെ അപ്പം ഇതിന് ദേ ക്യാൻ ഗ്രോ in almost all habitat. എല്ലാ ഹാബിറ്റാറ്റിലും ഇതിന് ഫ്ലറിഷ് ചെയ്ത് വളരാൻ പറ്റുന്നുണ്ട്. അതിന് ഫേവറബിൾ ആയ എൻവയൺമെന്റ്, അതായത് ഫുഡും മോയ്സ്ചറും ടെമ്പറേച്ചറും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതവിടെ ഫ്ലറിഷ് ചെയ്ത് വളർന്നോളും. അപ്പൊ അതിന് വളരാൻ സോയിൽ വേണം, ന്യൂട്രിയൻസ് വേണം എന്നൊന്നുമില്ല. ഓരോരോ ടൈപ്പ് ഓഫ് ഫംഗൈ ദേ വിൽ ഗ്രോ വിത്തൗട്ട് സോയിൽ ഇല്ലാതെ വളരുന്നതുണ്ട്, അതുപോലെ ന്യൂട്രിയൻസ് ഇല്ലാതെ വളരുന്നതുണ്ട്, അല്ലെങ്കിൽ പാരസൈറ്റ് ആയിട്ട് വളരുന്നുണ്ട്. ഓക്കെ. അപ്പം they can grow on soil. പിന്നെ അതുപോലെ ഡെഡ് ലിവിങ് ഓർഗാനിസം, തടിയിലൊക്കെ വളരുന്ന കണ്ടിട്ടില്ലേ, സൈലേറിയ. പിന്നെ അതുപോലെ പ്ലാന്റ്സിന്റെ മുകളിൽ, ആനിമൽ പ്ലാന്റ്സിന്റെ മുകളിൽ പാരസൈറ്റിക് ആയിട്ട് റസ്റ്റും പക്സീനിയ കോസ് ചെയ്യുന്ന റസ്റ്റ്, സ്മട്ട്, അങ്ങനെയുള്ള ഡിസീസ് കോസിങ് ഫംഗസ് വളരുന്നുണ്ട്. അതുപോലെ ആനിമൽസിന്റെ മുകളിൽ. അപ്പൊ അങ്ങനെ ഈ ഓർഗാനിസംസിന്റെ മുകളിലും ഈ ഫംഗസ് വളരുന്നുണ്ട്. പിന്നെ ചില ഫംഗസ് ദേ ആർ അക്വാട്ടിക് ഫോംസ് ഓഫ് ഫംഗസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ദേ ആർ ഗ്രോയിങ് ആസ് എപ്പിഫൈറ്റ്സ്. ഈ ആൽഗയുടെയും അക്വാട്ടിക് പ്ലാന്റ്സിന്റെയും മുകളിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്നുണ്ട്. അക്വാട്ടിക് ഫോംസ് ഓഫ് ഓക്കെ. സം അതർ ഫൗണ്ട് ഇൻ ഡെഡ് ഓർഗാനിക് മാറ്റർ എന്ന് വെച്ചാല് ചിലതൊക്കെ സബ്ടെറേനിയസ് ആയിട്ട് വളരുന്നുണ്ട്, ബിനീത് ദ സോയിൽ സർഫസ്, മണ്ണിനടിയിൽ വളരുന്നുണ്ട്. ആൻഡ് സം ഓഫ് ദ ഫംഗൈ ആർ എക്ടോപാരസൈറ്റ്സ് and endoparasites. Ectoparasites plants mainly വേരിയസ് ഡിസീസ് കോസിങ് ഫംഗസ് ഒക്കെ എക്ടോപാരസൈറ്റ് ആയിട്ട് വളരുന്നുണ്ട് പ്ലാന്റ്സിൽ. അതുപോലെ എക്ടോപാരസൈറ്റ് ആയിട്ടും എൻഡോപാരസൈറ്റ്സ് ആയിട്ടും ആനിമൽസിന്റെ മുകളിലും ഈ ഫംഗസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു how the structure of fungus, reproductive vegetative structure എങ്ങനെയാണെന്ന് നോക്കാം. വെജിറ്റേറ്റീവ് പ്ലാന്റ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ബോഡി ഓഫ് ഫംഗസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ്
ഇങ്ങനെയാണ് അനുസരിച്ചിട്ട് രണ്ട് ഗ്രൂപ്പ് ഓഫ് ഫഞ്ചൈ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് രണ്ട് ഗ്രൂപ്പ് ഓഫ് ഫംഗൈ ഉണ്ട്. ദേ ആർ മിക്സോമൈക്കോട്ട ആൻഡ് യൂമൈക്കോട്ട. മിക്സോമൈക്കോട്ട ആൻഡ് യൂമൈക്കോട്ട. ക്ലിയർ ആയില്ലേ? അപ്പൊ മിക്സോമൈക്കോട്ട ആൻഡ് യൂമൈക്കോട്ട, ദീസ് ആർ ദ ടു groups of fungi. They are recognized based on the nature of thallus. താലസിന്റെ നേച്ചർ അനുസരിച്ചിട്ട്. അപ്പൊ ആദ്യത്തേതില് മിക്സോമൈക്കോട്ട എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? മെയിൻലി സ്ലൈം മോൾസ്. അപ്പൊ അതില് ഈ താലസ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് സെല്ലുലാർ ആയിട്ടുള്ള താലസ് ഒന്നുമല്ല കാണുന്നത്. നേക്കഡ് ആണ്, അമീബോയിഡ് ആണ്, സീനോസൈറ്റിക് ആണ്, സിൻസൈറ്റിയൽ മാസ് ഓഫ് പ്രോട്ടോപ്ലാസം. സിനോസൈറ്റിക് എന്ന് വെച്ചാൽ സെൽ വോള് ഉണ്ട്, അതിനകത്ത് സെപ്റ്റ ഫോം ചെയ്തിട്ടില്ല. അപ്പൊ അത് ന്യൂക്ലിയസ് ഒക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് അതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിൻസൈറ്റിയൽ മാസ് ഓഫ് പ്രോട്ടോപ്ലാസം ആയിട്ട് ഫോം ചെയ്യുന്നതാണ് മോസ്റ്റ്ലി സ്ലൈം മോൾസിലൊക്കെ കാണുന്നത്. പ്ലാസ്മോഡിയം ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ലാർജ് മൾട്ടി ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള പ്രോട്ടോപ്ലാസ്റ്റിന്റെ രൂപത്തില് പ്ലാസ്മോഡിയം, പിന്നെ സ്യൂഡോപ്ലാസ്മോഡിയം. ഓക്കെ, ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് മിക്സോമൈക്കോട്ടയുടെ ക്യാരക്ടേഴ്സ്. അപ്പൊ ഇനി യൂമൈക്കോട്ട മിക്സോമൈക്കോട്ടയിൽ നിന്നും വ്യത്യസ്തമാണ്. എങ്ങനെയാണ്? ദേ ആർ സെല്ലുലാർ ആണ്. അപ്പൊ സെല്ലുലാർ ആണെങ്കിലും ഇത് ചിലപ്പം നോൺ മൈസീലിയൽ ആയിരിക്കും, ചിലപ്പം മൈസീലിയൽ ആയിരിക്കും. ഓക്കെ, ഓരോരോ ഫംഗസ് അനുസരിച്ചിട്ട് സംടൈംസ് ഇറ്റ് വിൽ ബി മൈസീലിയൽ ആൻഡ് സംടൈംസ് ഇറ്റ് വിൽ ബി നോൺ മൈസീലിയൽ. അപ്പൊ ഈ നോൺ മൈസീലിയൽ താലസ് ആണെങ്കിൽ ദേ ആർ സിമ്പിൾ ആയിരിക്കും, യൂണിസെല്ലുലാർ ആയിരിക്കും. അത് നോൺ മൈസീലിയൽ എന്ന് പറഞ്ഞത് സിമ്പിൾ, യൂണിസെല്ലുലാർ ആൻഡ് ദേ ആർ ഫൗണ്ട് ഇൻ ദി ലോവർ ഗ്രൂപ്പ് ഓഫ് ഫംഗൈ. ഇതിലാണ് ലോവർ ഗ്രൂപ്പ് ഓഫ് ഫംഗൈയിലാണ് നോൺ മൈസീലിയൽ ടൈപ്പ് കാണുന്നത്. ഓക്കെ, ആൻഡ് ചില സമയത്ത് സ്യൂഡോമൈസീലിയം ഫോം പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ബൈ എങ്ങനെയാണ്? ബഡിങ് വഴി. ഓക്കെ, ആൻഡ് സം ഓഫ് ദ അപ്പം മൈസീലിയൽ താലസ് ഇങ്ങനെ ദാറ്റ് ഈസ് ഇൻ സം കേസസ് ഫോംസ് സ്യൂഡോമൈസീലിയം, ബഡിങ് വഴി ഉണ്ടാവുന്നുണ്ട്. ഇത് മൈസീലിയം എല്ലാം ഫിലമെന്റസ് ആയിട്ട് നെറ്റ്വർക്ക് രൂപത്തിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ മൈസീലിയം ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ന്യൂമറസ് ട്യൂബുലർ ബ്രാഞ്ച്. മൈസീലിയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിന് ധാരാളം ഹൈഫ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ചില ഫംഗസ് ഡൈമോർഫിക് ആയിരിക്കും. സം ഓഫ് ദ ഫംഗൈ ആർ ഡൈമോർഫിക് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? വിത്ത് നോൺ മൈസീലിയൽ താലസ് at one stage and mycelial thallus at another stage. അതായത് അതിന്റെ ഡിവൈഡിങ് സ്റ്റേജിൽ അതെല്ലാം ഗ്രോത്ത് പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇനീഷ്യലി അവിടെ മൈസീലിയം ഒന്നും ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് കാണില്ല. അപ്പൊ അങ്ങനെയുള്ള ആ സ്റ്റേജിനെ നോൺ മൈസീലിയൽ താലസ്, അതിന്റെ ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ആ നോൺ മൈസീലിയൽ സ്റ്റേജസ് ആയിരിക്കും ഒരു ഗ്രോത്ത് ലൈഫ് സൈക്കിളിന്റെ ഒരു സ്റ്റേജിൽ കാണാൻ പറ്റും. പിന്നെ അടുത്ത ഘട്ടമാകുമ്പോഴത്തേക്കും ബിക്കം മൈസീലിയൽ. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് സ്റ്റേജ് കാണിക്കുന്ന ഒരു ഫംഗസിനെയാണ് ഡൈമോർഫിക് ഫംഗൈ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഡൈമോർഫിക് ഫംഗൈ. ഓക്കെ, then hyphae are aseptate. ഞാൻ മുന്നേ പറഞ്ഞതാണ്. അസെപ്റ്റേറ്റ് എവിടെയാണ്? ലോവർ ഫംഗസിലാണ് അസെപ്റ്റേറ്റ് കാണുന്നത്. യൂണിസെല്ലുലാർ ആയിരിക്കും, അല്ലെങ്കിൽ സീനോസൈറ്റിക് ഫോംസ് ആയിരിക്കും യൂണിസെല്ലുലാർ ഫോംസിൽ അസെപ്റ്റേറ്റ്. പിന്നെ അതുപോലെ സീനോസൈറ്റിക് ഇങ്ങനെ സിൻസൈറ്റിൻ രൂപത്തിലൊക്കെ കാണുന്ന അസെപ്റ്റേറ്റ്. ആൻഡ് അസെപ്റ്റേറ്റ് ഫംഗസ് കാണുന്നത് ഹയർ ഫോമിലാണ്. ഓക്കെ, അപ്പൊ സീനോസൈറ്റ് മൾട്ടി ന്യൂക്ലിയേറ്റ് പ്രോട്ടോപ്ലാസ്റ്റ്, മാസ് ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ്. സീനോസൈറ്റ് കാണുന്നത് ഈ അസെപ്റ്റേറ്റ് ഫംഗസിലാണ്. മൾട്ടി ന്യൂക്ലിയേറ്റ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് അല്ലെങ്കിൽ സീനോസൈറ്റ്. ദേ ആർ നോൺ ആസ് സീനോസൈറ്റ്. ദേ ക്യാൻ ബി സീൻ ഇൻ ദി ലോവർ ഗ്രൂപ്പ് ഓഫ് ഫംഗൈ. സീനോസൈറ്റ് എവിടെയാണ് കാണുന്നത്? ലോവർ ഗ്രൂപ്പ് ഓഫ് ഫംഗൈയിലാണ് കാണുന്നത്. ക്ലിയർ ആയില്ലേ? സീനോസൈറ്റ്. ഓക്കെ,
ഇപ്പൊ ഹൈഫെ മൾട്ടി സെല്ലുലാർ ആവുന്നുണ്ട് പിന്നീടുള്ള സ്റ്റേജസിൽ. അപ്പൊ ഇനീഷ്യലി അപ്പൊ ഈ ഡൈമോർഫിക് ഫംഗസിലാണെങ്കിൽ ആദ്യം സീനോസൈറ്റിക് ആണെങ്കിൽ പിന്നെ അത് ബിക്കംസ് മൾട്ടി സെല്ലുലാർ ക്രോസ് വാൾ ഫോം ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെപ്റ്റ ഫോർമേഷൻ നടക്കുകയാണ്. അപ്പൊ ഈ സെപ്റ്റ മേ ബി ഇൻകംപ്ലീറ്റ് ഓർ പെർഫൊറേറ്റഡ് വിത്ത് വൺ ഓർ മോർ പോർ സെപ്റ്റയില്. ഇപ്പൊ സെപ്റ്റയില് ക്രോസ് വാള് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, septa may be incomplete or perforated with one or more pores. അപ്പൊ ഈ ആ പോറിലൂടെ എന്താ പ്രോട്ടോപ്ലാസ്മിക് കണ്ടിന്യൂറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ്, ആ താലസിലുള്ള പ്രോട്ടോപ്ലാസ്മിക് കണ്ടിന്യൂറ്റി പോറിലൂടെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തു പോകുന്നത്. അപ്പൊ ഈ സെപ്റ്റൽ പോറ് ചില മോസ്റ്റ് ഓഫ് ദ ഫംഗസ്, അതായത് ആസ്കോമൈസെറ്റിസ് ഗ്രൂപ്പിലൊക്കെ ഈ പോർ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, സിമ്പിൾ പോറാണ്. ബട്ട് ഇൻ സം ലോവർ ഗ്രൂപ്പ്സ്, എക്സാമ്പിൾ ഇവിടെ ബെസിഡിയോമൈസെറ്റിസിലൊക്കെ യു ക്യാൻ സി ഡോളി പോർ. ഡോളി പോർ ഇസ് എ ക്യാപ് ലൈക്ക് ഡബിൾ മെംബ്രെയിൻ ഓൺ ഈച്ച് സൈഡ് ഓഫ് സെപ്റ്റം. അപ്പൊ അങ്ങനെ എങ്ങനെയാണ് ഡോളി പോർ എന്ന് പറയുന്നത്? ഒരു ബാരൽ ഷേപ്ഡ്, ഈ പോറിന് ചുറ്റുമായിട്ട് ഒരു ബാരൽ ഷേപ്ഡ് സ്വെല്ലിംഗ് പോലെ ഇങ്ങനെ കാണാൻ പറ്റും. അതിനെയാണ് ഈ ഡോളി പോർ. അപ്പൊ ആ സെപ്റ്റത്തിന് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ സെപ്റ്റം കോൾഡ് പാരന്തോസോം. അതിനെയാണ് പാരന്തോസോം എന്ന് പറയുന്നത്. ക്ലിയർ? വെജിറ്റേറ്റീവ് ഓർ അസമിലേറ്ററി hyphae and reproductive or fertile hyphae can see. See, this is the ഇതൊരു ഹൈഫയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേതിൽ കണ്ടില്ലേ, ആദ്യത്തെ ഹൈഫയില് ദാറ്റ് ഈസ് സെപ്റ്റ ഫോം ചെയ്തിട്ടുണ്ട്, ന്യൂക്ലിയസ് കാണുന്നുണ്ട്. ആ ന്യൂക്ലിയസ് ദാറ്റ് ഈസ് ഒരു സെല്ലായിട്ടാണ് അല്ലെ കാണുന്നത്. അതായത് ഇവിടെ ക്രോസ് ബോൾസ് കാണുന്നുണ്ട്. ആ ക്രോസ് ബോൾ സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസ്. അപ്പൊ സെപ്റ്റ ഇസ് ഫോംഡ്. അപ്പൊ അങ്ങനെയുള്ള ഹൈഫെ കാണുന്ന മൈസീലിയത്തിന് സെപ്റ്റേറ്റ് ഹൈഫെ എന്ന് പറയുന്നത്. അപ്പൊ ആ ഹൈഫിനെ സെപ്റ്റേറ്റ് ഹൈഫെ ഇവിടെ താഴെ തന്നിരിക്കുന്നത് നോക്കിക്കേ. അതില് ഈ ന്യൂക്ലിയസ് ഉണ്ട്. ഹൈഫെ എങ്ങനെയാണ്? ക്രോസ് വാൾ ഫോം ചെയ്തിട്ടുണ്ടോ? ദാറ്റ് ഈസ് സെപ്റ്റ ഫോം ചെയ്തിട്ടുണ്ടോ? ഇല്ല, സെപ്റ്റ ഫോം ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള അതിനെയാണ് അസെപ്റ്റേറ്റ് ഹൈഫെ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ സെപ്റ്റേറ്റ് ആൻഡ് അസെപ്റ്റേറ്റ് അസെപ്റ്റേറ്റ്. ആൻഡ് next next you can see about the cell structure. ഇപ്പൊ ഫംഗൽ സെല്ല് ഇപ്പം അത് ഇതിനൊരു സെൽ വാൾ ഉണ്ട്. ആൻഡ് സെൽ വാൾ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഫംഗൽ സെല്ലുലോസ് ആൻഡ് കൈറ്റിൻ. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അല്ലെ, നമ്മൾ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ പറഞ്ഞിരുന്നു സെൽ വാള് കൈറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടും കാണാൻ പറ്റും. പിന്നെ ചില ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ പ്രസന്റ് ആയിരിക്കും. അപ്പൊ ഈ ഫംഗൽ സെല്ലുലോസ് തന്നെ എടുത്ത് പറയണം. പ്ലാന്റ് സെല്ലുലോസിനെ പോലെയല്ല ഫംഗൽ സെല്ലുലോസ്, രണ്ടും ഡിഫറെന്റ് ആണ്, കോംപ്ലെക്സ് ആണ്. ആൻഡ് പിന്നെ അനദർ കോമ്പൗണ്ട് പ്രസന്റ് ഇൻ ദി സെൽ ഫംഗസ് ഇസ് കൈറ്റിൻ. കോംപ്ലെക്സ് നൈട്രോജിനസ് പോളിസാക്കറൈഡ് ആണ് കൈറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ യു ക്യാൻ സി deposition of calcium carbonate crystals and some of the mineral salts can also be seen in the cell wall of fungi. ഇത്രയാണ് ഫംഗൽ സെൽ വാളില് കാണാൻ പറ്റുന്നത്. ഓക്കെ, കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് കാണുന്നുണ്ട്. പിന്നെ കെമിക്കൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് ഈ ദാറ്റ് ഈസ് ഇതിന്റെ സെൽ സ്ട്രക്ചർ സെല്ലിനകത്തുള്ള കെമിക്കൽ കമ്പോസിഷൻ എപ്പോഴും എന്താണ് കോൺസ്റ്റന്റ് ആയിരിക്കില്ല. അപ്പൊ അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഏജിങ്ങും പിന്നെ അതിന്റെ ടെമ്പറേച്ചറും pH-ഉം മീഡിയം എവിടെയാണ് വളരുന്നത് അതനുസരിച്ചിട്ട് അതിന്റെ കെമിക്കൽ കമ്പോസിഷൻ വിൽ ബി ചേഞ്ചിങ്. ഓക്കെ, ഇപ്പൊ ഈ പ്ലാസ്മോഡിയലില് നമ്മള് സം സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഇൻഫോൾഡിങ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു മുന്നേ. അതിനെയാണ് കോമിസോംസ് ഓർ പ്ലാസ്മ ലെമ്മസോംസ് എന്ന് പറയുന്നത്. ഓക്കെ, കോമിസോംസ് ഓർ ലോമിസോംസ് ആണ്, ലോമിസോംസ് ഓർ പ്ലാസ്മ ലെമ്മസോംസ്. ഓക്കെ, ദെൻ അപ്പൊ ഇത് ദേ ആർ സിമിലർ ടു
ആരെയാണ് ആരോടുമായിട്ട് സിമിലറിറ്റി പറഞ്ഞിരുന്നത്? ബാക്ടീരിയൽ മീസോസോംസിനോട് സിമിലർ ആണ്. ഓക്കെ. ദെൻ ഞാൻ പറഞ്ഞിരുന്നു ഫംഗലില് പോസ് ഉണ്ട്. ഈ പോസില് സം ഓഫ് ദ പോസ് മേ ബി സിമ്പിൾ എന്ന് വെച്ചാല് അവിടെ ഒരു കവറിങ്ങോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഈ സെപ്റ്റയുടെ രണ്ട് സെപ്റ്റിക്ക് ഇടയിൽ യു ക്യാൻ സി എ സിമ്പിൾ പോർ. ആൻഡ് ഇൻ സം ഫംഗസ് യു ക്യാൻ സി ദ പോർ വിൽ നോട്ട് ബി സിമ്പിൾ. സിമ്പിൾ ആയിരിക്കില്ല. അവിടെ എന്താണ് ഈ സെപ്റ്റയില് അവിടെ സം സർട്ടൺ swelling can be seen around the central pore. അപ്പൊ അതിനെയാണ് ഡോളിപോർ എന്ന് പറയാന്ന് പറഞ്ഞിരുന്നു. ഡോളിപോർ. ലോവർ ഗ്രൂപ്പ്സ് ബെസിഡിയോ മൈക്കോട്ട. അപ്പൊ അതിലാണ് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഡോളിപോർ കാണുന്നത്. അപ്പൊ ഡബിൾ മെംബ്രെയിൻ, ഈ സെപ്റ്റത്തിന്റെ രണ്ട് സൈഡിലും ഒരു ഡബിൾ മെംബ്രെയിൻ ഫോം ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് ഈ പാരന്തസോം എന്ന് പറയുന്നത്. കണ്ടില്ലേ ഇതിലെ എ ബി എന്ന് പറയുന്ന രണ്ട് സ്ട്രക്ചർ. അത് ആദ്യത്തേതില് എയില് സിമ്പിൾ പോറാണ് കാണിക്കുന്നത്. അതായത് അവിടെ കണ്ടോ ആ പോറ് സിമ്പിൾ ആയിട്ടുള്ള പോറാണ്. അതിലൂടെ ദാറ്റ് ഈസ് പ്രോട്ടോപ്ലാസ്മിക് കണക്ഷൻ ഒക്കെ ചെയ്യും. ആൻഡ് നെക്സ്റ്റ് വണ്ണിൽ കാണുന്നത് ഇവിടെ ദിസ് ഇസ് ദ ബാരൽ ഷേപ്ഡ് സ്വെല്ലിംഗ് ക്യാൻ ബി സീൻ അറൌണ്ട് ദി സെൻട്രൽ പോർ. അപ്പൊ സെൻട്രൽ പോർ ക്യാപ് ലൈക്ക് ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ കാണാൻ പറ്റും രണ്ട് സൈഡ് ഓഫ് സെപ്റ്റം. ഓക്കെ. ഈ സെപ്റ്റത്തിന്റെ രണ്ട് സൈഡിലും ഈ ബാരൽ ഷേപ്ഡ് അല്ലെങ്കിൽ ക്യാപ് ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും. അതിനെയാണ് പാരന്തോസോം എന്ന് പറയുന്നത്. ഓക്കെ. പാരന്തോസോം ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വി ക്യാൻ ലുക്ക് ഇൻ ടു ദി ഫംഗൽ സെൽ ഓർഗനൽസ്. ഫംഗൽ സെൽ ഓർഗനൽസ് എല്ലാവർക്കും അറിയാം. സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ് മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോംസ്, പിന്നെന്താണ് മൈക്രോബോഡീസ്, ലൈസോസോംസ്, വാക്യൂൾസ്, സെൻട്രിയോൾസ്, അങ്ങനെയുള്ള സെൽ ഓർഗനൽസ്. അപ്പൊ ഇതെല്ലാം തന്നെ ഫംഗസിൽ പ്രസന്റ് ആണ്. എന്നാല് പ്ലാസ്റ്റിഡ്സ്, ക്ലോറോഫിൽ, പിന്നെ മറ്റ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഉള്ളതൊന്നും എവിടെ കാണില്ല? ഫംഗൽ സെല്ലില് പ്രസന്റ് ആയിരിക്കില്ല. ക്ലിയർ? പിന്നെ can see certain cell inclusions കാണുന്നുണ്ട്. റിസർവ് ഫുഡ് മെറ്റീരിയൽസ് കാണുന്നുണ്ട്. റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ കാണുന്ന റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഓയിൽ, ഗ്ലൈക്കോജൻ, വൊളൂട്ടിൻ. ഗ്ലൈക്കോജനും വൊളൂട്ടിനും ആണ് ഇവിടെയൊക്കെ ഫംഗസിൽ കാണുന്നത്. സെക്രട്ടറി ഗ്രാനുൾസ് എല്ലാം കാണുന്നുണ്ട്. ഓക്കെ. ഈ സെല്ല് യൂണിന്യൂക്ലിയേറ്റ് ആയിരിക്കാം, ബൈന്യൂക്ലിയേറ്റ് ആയിരിക്കാം. അപ്പോ ഫംഗസ് അതിന്റെ നേച്ചർ അനുസരിച്ചിട്ട് യൂണിന്യൂക്ലിയേറ്റോ ബൈന്യൂക്ലിയേറ്റോ ആയിരിക്കാം. ആൻഡ് ഈ സം കേസസ് ഈ ഫംഗസ് മേ എക്സിബിറ്റ് എന്താണ് ഇൻട്രാസെല്ലുലാർ മൈറ്റോസിസ് നടത്തുന്നുണ്ട്. അതിന്റെ പേരാണ് കാരിയോക്ലോറോസിസ്. ഓക്കെ. Then we can look into the fungal tissue. ഇപ്പൊ നമ്മൾ സെൽ എങ്ങനെയാന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഫംഗൽ ടിഷ്യൂ എങ്ങനെയാണ്? ഇപ്പൊ ഇതെല്ലാം കൂടി ചേർന്നാൽ ടിഷ്യൂസ് ആവും. അപ്പൊ ടിഷ്യൂസ് എങ്ങനെയാണ് കാണുന്നത്? അപ്പൊ ഈ ഹൈഫേ മോസ്റ്റ്ലി ഇൻ കേസ് ഓഫ് ഹയർ ഫംഗസില് ഹൈഫേ ഓർഗനൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് ലൂസ് ടിഷ്യൂ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നു. ഓക്കെ. ലൂസ് ടിഷ്യൂ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. അതിനെയാണ് പ്ലക്ടൻ കൈമ, പിന്നെ അതുപോലെ സ്ക്ലീറോഷ്യ, റൈസോമോസ്, സ്ട്രോമ അങ്ങനെയൊക്കെ പറയുന്നത്. ഈ രണ്ടെണ്ണം കാണുന്നത് കണ്ടോ? അപ്പൊ ഇത് ഫസ്റ്റ് വൺ നീളത്തിലുള്ളതാണ് പ്ലക്ടൻ കൈമ. കണ്ടില്ലേ? പ്ലക്ടൻ കൈമ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ഓഫ് ലൂസ്ലി അല്ലെങ്കിൽ ക്ലോസ്ലി ഒന്നിനോട് കണക്റ്റഡ് ആണ്. കണ്ടോ? എന്നാൽ ലൂസ്ലി അറേഞ്ച്ഡും ആണ്. ഇന്റർസെല്ലുലാർ സ്പേസസ് കാണുന്നില്ലേ? ഇന്റർവോവൺ ഹൈഫയാണ്. ഒന്നിനോട് ഇങ്ങനെ ചേർത്ത് കെട്ടുപിണഞ്ഞൊക്കെ കിടക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രോസ്റ്റൻ കൈമ ആൻഡ് സ്യൂഡോ പാരങ്കൈമ. അപ്പൊ പ്രോസൻ കൈമയില് ഈ ഹൈഫ അൺഫ്യൂസ്ഡ് ആയിരിക്കും, ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. പ്രോസൻ കൈമയില് ഫ്യൂസ്ഡ് ആയിരിക്കില്ല, ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. പാരലൽ ടു വൺ അനദർ ആയിരിക്കും.
അപ്പം ആൻഡ് സ്യൂഡോ പാരങ്കൈമയില് ഈ പറഞ്ഞിരിക്കുന്ന പ്ലെക്ടൻ കൈമയാണ് ഈ ആദ്യം കാണിച്ചിരിക്കുന്നത്. സ്യൂഡോ പാരങ്കൈമ ദ ഹൈഫേ ഫ്യൂസ്ഡ് ആയിരിക്കും, ക്ലോസ്ലി ഇന്റർവോവൺ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതാണ് സ്യൂഡോ പാരങ്കൈമ. അത് ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് പാരങ്കൈമ പോലെ തന്നെ സ്യൂഡോ പാരങ്കൈമ കാണുക. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ഫംഗൽ ടിഷ്യൂ ഇസ് സ്ക്ലീറോഷ്യ. സ്ക്ലീറോഷ്യ അപ്പൊ ഈ ചില അഡ്വേഴ്സ് കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ ഈ ഫംഗൽ ബോഡി ഇങ്ങനെ ഇറ്റ് ഫോംസ് കോമ്പാക്ട് മാസ് ഓഫ് ഫംഗൽ ഹൈഫേ വിച്ച് സെർവ്സ് ആസ് എൻ ഓർഗൻ ഓഫ് പ്രൊട്ടക്ഷൻ. അപ്പൊ അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡിയിൽ ഒരു റെസ്റ്റ് കണ്ടീഷൻ കൊടുക്കുകയാണ്. അപ്പൊ അത് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. അത് അഡ്വാൻസ് ദാറ്റ് ഇസ് അതിന് ഫേവറബിൾ ആയ കണ്ടീഷൻ കിട്ടുമ്പോൾ അത് ഗ്രോ ചെയ്ത് സാധാരണ നോർമൽ ഗ്രോത്ത് കാണിക്കുകയാണ്. അതുവരെ ഇങ്ങനെ ഈ ഫ്രൂട്ടിംഗ് ബോഡി ഇങ്ങനെ സ്ക്ലിറോഷ്യ രൂപത്തിൽ ഫോം ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, they are compactly arranged ആണ്. ഇനി അടുത്തതാണ് റൈസോമോഫ്. റൈസോമോഫ് എന്ന് പറഞ്ഞാല് ദേ ആർ റോപ്പ് ലൈക്ക് ടഫ് കോമ്പാക്ട് ഫംഗസ് ആണ്. നീണ്ടിരിക്കും. റൈസോമോർഫ് എന്ന് പറഞ്ഞ കയറില്ലേ, റോപ്പ് പോലെ തന്നെയാണ് ഉണ്ടാവുന്നത്. ടഫ് ആയിരിക്കും. കോമ്പാക്ട് കോഡ്സ് ഓഫ് ഫംഗൽ ഹൈഫേനെയാണ് റൈസോമോർഫ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്. റൈസോമോർഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആണ് ഫ്രം വൺ പാർട്ട് ഓഫ് ദ താലസ് ടു അനദർ. ഓക്കെ, അത് ദാറ്റ് ഇസ് ഇങ്ങനെ താലസിനെ സ്പ്രെഡ് ചെയ്യാൻ ഈ ഫേവറബിൾ കണ്ടീഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് റൈസോമോർഫ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് സ്പോറോഫോഴ്സ്. സ്പോറോഫോർഫ് എന്ന് പറഞ്ഞാല് അപ്പൊ പേരും തന്നെ അറിയാം, സ്പോറോഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ സ്പോർ പ്രൊഡ്യൂസിങ് സ്പോർ ബെയറിംഗ് ഫ്രൂട്ടിംഗ് ബോഡീസ് ആണ്. ഫംഗസിൽ കാണുന്ന സ്പോർ ബെയറിംഗ് ഫ്രൂട്ടിംഗ് ബോഡീസിനെയാണ് സ്പോറോഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മോഡിഫൈഡ് ഫോംസ് ഓഫ് മൈസീലിയ മോഡിഫൈ ചെയ്തിട്ടാണ് ഈ സ്പോറോഫോറോ ഉണ്ടാവുന്നത്. ആൻഡ് ഇത് പലതരത്തിലുള്ള കാണുന്നുണ്ട്. സ്പോറോഫോഴ്സ് ഫോർ എക്സാമ്പിൾ ഇറ്റ് ഇസ് ഫോമിങ് പിക്നീഡിയ, സ്പോറോഡോക്കിയ, ഹൈമീനിയ, അസർവുലൈ. ഓക്കെ, ഇങ്ങനെ ഇതിനെല്ലാം ഓരോരോ ഷേപ്പ് ആയിരിക്കും ഈ ഫ്രൂട്ടിംഗ് ബോഡീസിനൊക്കെ, സ്പോർ ബിയറിംഗ് ഫ്രൂട്ടിംഗ് ബോഡീസ്. അപ്പൊ ഇതെല്ലാം ഓരോരോ ടൈപ്പ് ഓഫ് ഫംഗസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ പിക്നി എവിടെയാ കാണുക, അതുപോലെ പിക്നീഡിയ, ഹൈമീനിയ, അസർവുലൈ അതൊക്കെ ഏതിലാണ് കാണുക, അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡി, അതിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പിക്നിയ എന്ന് പറയുന്നത് ദേ ആർ സ്പെർമറ്റോഗോണിയ അല്ലെങ്കിൽ ദേ ആർ ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ്. ചില ഫംഗസിൽ ഫോർ എക്സാമ്പിൾ പക്സീനിയ പിന്നെ അതുപോലെ ലെപ്റ്റോഫെറിയ എന്ന് പറയുന്ന അതിലെല്ലാം കാണുന്നതാണ് പിക്നിയ. ഓക്കെ, പിക്നിയോസ്പോർസ് സ്പെർമേഷ്യ ഫോം ചെയ്യുന്നു. സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോർസ് ആണ് ഈ സ്പെർമേഷ്യ എന്ന് പറയുന്നത്. ആൻഡ് അപ്പൊ പിക്നിയ പിക്നീഡിയം, അതുപോലെ പിക്നീഡിയം ഫോം ചെയ്യുന്നുണ്ട്. പിക്നീഡിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫെർട്ടൈൽ ലെയർ ഓഫ് ആസ്കോമൈസെറ്റസ്. പിക്നീഡിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫെർട്ടൈൽ ലെയർ ഓഫ് ആസ്കോമൈസെറ്റസ് ആണ്. ആൻഡ് സ്പോറോകോഡിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാസ് ഓഫ് കോണിഡിയോഫോഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ടൈറ്റ്ലി പാക്ഡ് ടുഗദർ ഓൺ എ സ്ട്രോമ ഓർ എ മാസ് ഓഫ് ഹൈഫേ. അപ്പൊ അതാണ് സ്പോറോകോഡിയം. പിന്നെ ഹൈമീനിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫെർട്ടൈൽ ലെയർ ഓഫ് ഫംഗൈ ആണ്. ഹയർ ഫംഗസിലാണ് കാണുന്നത്. ഹൈമീനിയം, ആസ്കോമൈസെറ്റസ് അല്ലെങ്കിൽ ബെസിഡിയോമൈസെറ്റസ് അതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഹൈമീനിയ. പിന്നെ അസർവുലസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോമ്പാക്ട് മാസ് ഓഫ് ഹൈഫേ. ഓക്കെ,
ആൻഡ് പാരസൈറ്റിക് ആസ്കോമൈസെറ്റസിലൊക്കെ കാണാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഇസ് സ്ട്രൊമാറ്റ. സ്ട്രൊമാറ്റ എന്ന് പറയുന്നത് ദേ ആർ സോളിഡ് ടിഷ്യൂ ലൈക്ക് മാസസ് ഓഫ് സ്യൂഡോ പാരങ്കൈമ. അതിനെയാണ് സ്ട്രൊമാറ്റ എന്ന് പറയുന്നത്. അപ്പൊ അതിന്ന് സ്പോറോഫോഴ്സ് അല്ലെങ്കിൽ ഫ്രൂട്ടിംഗ് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും സ്ട്രൊമാറ്റയിൽ നിന്ന്. ഓക്കെ, ക്ലിയർ ആയോ? സോളിഡ് ടിഷ്യൂ ലൈക്ക് മാസസ് ഓഫ് സ്യൂഡോ പാരങ്കൈമയാണ് ഈ സ്ട്രൊമാറ്റ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫ്രം ദി സ്ട്രൊമാറ്റ ഫ്രൂട്ടിംഗ് ബോഡീസ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. Then we can see the nutrition in fungi. Nutrition, ഫംഗൽ ന്യൂട്രീഷൻ എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഫംഗൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനും ആണ്, അബ്സോർപ്റ്റീവ് ന്യൂട്രീഷനും കാണിക്കുന്നുണ്ട്. അപ്പം മെയിൻലി 3 തരത്തിലുള്ള ന്യൂട്രീഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തേതാണ് സാപ്രോട്രോഫിസം. എന്ന് വെച്ചാൽ ദേ വിൽ ബി ഷോയിങ് സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ, സാപ്രോട്രോഫിസം. പിന്നെ അടുത്തതാണ് പാരസിറ്റിസം, ദേ വിൽ ഷോ പാരസിറ്റിക് ന്യൂട്രീഷൻ. ആൻഡ് സോ ആൻഡ് അപ്പം അടുത്തതാണ് ദേ വിൽ ബി ഷോയിങ് സിംബയോട്ടിക് ന്യൂട്രീഷൻ, സിംബിയോസിസ് നടക്കുന്നു, സിംബയോട്ടിക് ന്യൂട്രീഷൻ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ്, അപ്പം ഈ പാരസൈറ്റ്സ് മെയിൻലി എക്ടോ പാരസൈറ്റ്സ് ഉണ്ട്, എൻഡോ പാരസൈറ്റ്സ് ഉണ്ട്. അപ്പൊ എക്ടോ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാല് എങ്ങനെയാണ്? They will be growing on the surface of host. ഹോസ്റ്റിന്റെ മുകളിൽ വളരുന്നതിനെയാണ് എക്ടോ പാരസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം some of the fungi are saprotrophic ആണ്. അപ്പൊ they will be producing antibiotics ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ആന്റിബയോട്ടിക്സ് ഇതിന്റെ മുകളിലൊക്കെ ഈ പാരസിറ്റിക് ആയിട്ടുള്ള ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക്സ് അതിനെ they are known as antibiosis or mycostasis. Okay. ഇപ്പൊ മൈസീലിയം എൻഡോപാരസൈറ്റിക് മൈസീലിയം ഉണ്ട്, എക്ടോപാരസൈറ്റിക് മൈസീലിയം ഉണ്ട്. അപ്പം ഈ എക്ടോപാരസൈറ്റ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ദേ ക്യാൻ ബി സീൻ ഓൺ ദി സർഫസ് ഓഫ് ഹോസ്റ്റ്. എക്സാമ്പിൾ എരിസൈഫേ, ഇമ്പോർട്ടന്റ് ആണ് എരിസൈഫേ. ഇപ്പൊ എൻഡോപാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? എൻഡോ മീൻസ് അകത്ത്, റിമെയിൻസ് എംബഡഡ് ഇൻ ദി ഹോസ്റ്റ്. ഏതർ പ്ലാന്റ്സിലോ അല്ലെങ്കിൽ ആനിമൽസിലോ ഒക്കെ കാണാൻ പറ്റുന്നതാണ് എൻഡോപാരസൈറ്റ്സ്. ഓക്കെ, എക്സാമ്പിൾ ആൽബുഗോ, പെർണോസ്പോറ എന്ന് പറയുന്നതൊക്കെയാണ് എൻഡോപാരസൈറ്റ് ആയിട്ട്. പിന്നെ പാരസിറ്റിക് ഫംഗസിന് ഇവർക്ക് പാരസിറ്റിക് ഫംഗസ് ഇത് ന്യൂട്രിയൻസ് മറ്റ് ഓർഗാനിസത്തിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ പാരസിറ്റിക് ഫംഗസിന് അവിടെ അതിന്റെ മുകളിൽ പറ്റിപ്പിടിച്ച് വളരണം അല്ലെ. ദേ ഹാവ് ഗോട്ട് അപ്രസോറിയ ഫോർ അറ്റാച്ച്മെന്റ്. എന്ത് വഴിയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? അപ്രസോറിയ. ആൻഡ് ഹോസ്റ്റോറിയ ഫോർ അബ്സോർപ്ഷൻ. ഹോസ്റ്റോറിയ വഴിയാണ് ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, and there are 2 types of parasites. First one is obligatory parasite, another one is facultative parasites. Obligatory parasites എന്ന് പറയുന്നത് they are exclusive parasites which can survive only in the living host. ജീവനുള്ളതിൽ മാത്രം സർവൈവ് ചെയ്യുന്നതിനെയാണ് ഒബ്ലിഗേറ്ററി പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പക്സീനിയ, പെർണോസ്പോറ എല്ലാം ആണ്. പിന്നെ അടുത്തതാണ് ഫാക്കൾട്ടേറ്റീവ് പാരസൈറ്റ്സ്. ഫാക്കൾട്ടേറ്റീവ് പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പോ ദേ ആർ പാരസിറ്റിക് ആണ്, എന്നാൽ സാപ്രോട്രോഫിക്കും ആണ്. എക്സാമ്പിൾ ഫ്യൂസേറിയം, പിത്തിയം. ഓക്കെ, എന്ന് വെച്ചാല് ചില സ്റ്റേജസിൽ ദേ ബിക്കം പാരസൈറ്റിക് നേച്ചർ കാണിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഡ്യൂറിങ് സം അതർ സ്റ്റേജ് ദേ വിൽ നോട്ട് ബി പാരസൈറ്റിക്, സാപ്രോട്രോഫിക് ആയിട്ട് ഫങ്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഫാക്കൾട്ടേറ്റീവ് പാരസൈറ്റിന്റെ റോള്. ഒബ്ലിഗേറ്ററി എന്ന് പറയുന്നത് എപ്പോഴും എക്സ്ക്ലൂസീവ് പാരസൈറ്റ്സ്, ലിവിംഗ് ഹോസ്റ്റിൽ മാത്രം കാണുന്ന പാരസൈറ്റ്സിനെയാണ് ഒബ്ലിഗേറ്ററി പാരസൈറ്റ്. വിത്തൗട്ട് ദാറ്റ് ഹോസ്റ്റ് ദേ കനോട്ട് സർവൈവ്. ഫാക്കൾട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ചില സമയത്ത് പാരസൈറ്റ് ആയിട്ട്, പിന്നെ ചില സമയത്ത് സാപ്രോട്രോഫ് ആയിട്ടും ന്യൂട്രിയന്റ് അപ്ടേക്ക് ചെയ്യുന്നു. പിന്നെ അടുത്തതാണ് സിംബിയോട്ടിക് ഫംഗൈ. സിംബിയോട്ടിക് ഫംഗൈ എന്ന് പറയുന്നത് ദേ ലിവ് ഇൻ മ്യൂച്വലി ബെനിഫിഷ്യൽ ഓർ മ്യൂച്വലി സപ്പോർട്ടിംഗ് അസോസിയേഷൻ.
മ്യൂച്വലി ബെനിഫിഷ്യൽ അല്ലെങ്കിൽ മ്യൂച്വലി സപ്പോർട്ടിങ് മ്യൂച്വലി ഡിപ്പെൻഡന്റ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ അസോസിയേഷൻ കാണുന്നത് ലൈക്കൻസിൽ, പിന്നെ അതുപോലെ മൈക്കോറൈസയിൽ എല്ലാം യു ക്യാൻ സീ സിംബിയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗൈ ക്യാൻ ബി സീൻ. ഫോർ എക്സാമ്പിൾ ഇൻ ദി സൈനോബാക്ടീരിയ അല്ലെങ്കിൽ ഗ്രീൻ ആൽഗയിൽ. ആൽഗൽ കമ്പോണന്റിനെ ഫൈക്കോബയോണ്ടും പിന്നെ അതുപോലെ ഫംഗൽ കമ്പോണന്റ് ഉണ്ട്, അതിന് ഫംഗൽ കമ്പോണന്റിനെ മൈക്കോബയോണ്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൽഗൽ പാർട്ട്ണർ ഫോട്ടോസിന്തസിസ് നടത്തുന്നു ആൻഡ് പ്രൊഡ്യൂസസ് ഓർഗാനിക് ഫുഡ്. അതായത് ഫംഗൽ പാർട്ട്ണർ ആണെങ്കിൽ ദേ ആർ എന്താ ഒരു സബ്സ്ട്രാറ്റമായിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് കാണുന്നു മൈക്കോബയോണ്ടിലാണ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് കാണുന്നത്. ഇപ്പൊ മൈക്കോറൈസ സിംബിയോട്ടിക് അസോസിയേഷൻ കാണുന്നുണ്ട് ഫംഗൈ ബിറ്റ്വീൻ ദ റൂട്ട് സിസ്റ്റം ഓഫ് വാസ്കുലർ പ്ലാന്റ്സ്. ചില ട്രീസിന്റെ ഒക്കെ റൂട്ടിലാണ് യു ക്യാൻ സി മൈക്കോറൈസൽ അസോസിയേഷൻ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഫംഗൈസ്. അപ്പം നമ്മൾ ജനറൽ ഫീച്ചേഴ്സ് പഠിച്ചു. അതിന്റെ താലസ് എങ്ങനെയൊക്കെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ അതിന്റെ വെജിറ്റേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിരുന്നു. മൈസീലിയം ഹോളോകാർപ്പിക് ആണ്, യൂകാർപ്പിക് ആണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം ചില കേസിൽ ഹോളോകാർപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഹോൾ ഓഫ് ദ മൈസീലിയം ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. യൂകാർപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പോർഷൻ മാത്രമേ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സെപ്റ്റേറ്റ് ഹൈഫ ഉണ്ട്, അസെപ്റ്റേറ്റ് ഹൈഫ ഉണ്ട്, പിന്നെ അതുപോലെ ഡോളിപോർ സെപ്റ്റ ഫോം ചെയ്യുന്നുണ്ട്, സിമ്പിൾ പോറുകൾ കാണുന്നുണ്ട്. ഡോളിപോർ സെപ്റ്റ എന്ന് പറയുന്നത് ബെസിഡിയോമൈസെറ്റസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. ബേസിഡിയോമൈസെറ്റസിൽ ഒക്കെ കാണുന്നതാണ്. പിന്നെ അതിന്റെ സെൽ വാള് ഇറ്റ് വാസ് മെയ്ഡ് അപ്പ് ഫംഗൽ സെല്ലുലോസ്, കൈറ്റിൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ ഫംഗസിന്റെ ടിഷ്യൂ പ്ലക്ടൻ കൈമ പോലെ, then it was made up of sclerenchyma, sorry not sclerenchyma, plectenchyma, sclerotia, rhizomous ഉണ്ട്, സ്പോറോഫോസ് ഉണ്ട്, സ്ട്രൊമാറ്റ ഉണ്ട്. പിന്നെ ഓക്കെ, പിന്നെ അതിന്റെ ന്യൂട്രീഷൻ എങ്ങനെയാ നോക്കിയിരുന്നു. ഹെറ്ററോട്രോഫിക് ആൻഡ് അബ്സോർപ്റ്റീവ് ന്യൂട്രീഷൻ കാണുന്നുണ്ട്. അപ്പോൾ അതില് 3 തരത്തിലുള്ള ന്യൂട്രീഷൻ ആണ് കാണുന്നത്. മെയിൻലി സാപ്രോട്രോപ്പിസം കാണിക്കുന്നുണ്ട്, പാരസിറ്റിസം കാണിക്കുന്നുണ്ട്, സിംബയോസിസ് നടത്തുന്നുണ്ട്. ഓക്കെ, ന്യൂട്രീഷൻ. അപ്പം ഫംഗൽ ഹൈഫേന്ന് എൻസൈംസ്, ഇൻസോളിബിൾ ഫോം ഡൈജസ്റ്റീവ് എൻസൈംസ് ഇപ്പൊ ഈ ഡൈജസ്റ്റ് ചെയ്യുന്നു, സോളിബിൾ യൂണിറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു, പിന്നെ ഇത് വീണ്ടും അബ്സോർബ് ചെയ്യുന്നു, അത് എൻസൈംസ് വീണ്ടും ഇൻസോളിബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, സോളിബിൾ യൂണിറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ഫംഗലില് ന്യൂട്രീഷൻ നടക്കുന്നത്. സിംബയോസിസ് പറഞ്ഞു. സിംബയോസിസിൽ ദാറ്റ് ഈസ് ലൈക്കൻസും മൈക്കോറൈസയിലും അസോസിയേഷൻ കാണുന്നുണ്ട്, ഫംഗൽ അസോസിയേഷൻ. ആൻഡ് ദിസ് ഫംഗൽ കമ്പോണന്റ് ഇസ് നോട്ട് നോൺ ആസ് മൈക്കോബയോണ്ട് ആൻഡ് ദ ആൽഗൽ പാർട്ട് ഇസ് നോൺ ആസ് ഫൈക്കോബയോണ്ട്. ഫൈക്കോബയോണ്ട് ഫോട്ടോസിന്തറ്റിക് ആണ്, ഫംഗൽ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ് ആണ്. ഓക്കെ, ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.